പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NST ഓഫ് സോളാർ ആൻഡ് LED ടെക്നീഷ്യൻ കോഴ്സിൽ പഠിക്കുന്ന നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ഡ്രോയിങ്സിനെ കുറിച്ചാണ്. പലതരം ഡ്രോയിങ്സ് ഉണ്ട്. സാധാരണ ഒരു ചിത്രകാരൻ വരയ്ക്കുന്ന ഒരു മരത്തിൻ്റെ ചിത്രം, അത് ഡ്രോയിങ് ആണ്. അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ ചിത്രം വരച്ചാൽ അത് ഡ്രോയിങ് ആണ്. അങ്ങനെ ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിനെ കുറിച്ചാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിൽ സിവിൽ ഡ്രോയിങ് ഉണ്ട്, ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ സോളാർ പവർ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് സോളാർ പവർ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് ആണ്. അപ്പോൾ അതിനു മുന്നേ ഡ്രോയിങ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന മുൻപ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കാം, അതൊരു 12 വോൾട്ട് 5 ആംപിയർ സോളാർ പാനലാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 സോളാർ പാനൽസ്, 12 വോൾട്ടിന്റെ 2 സോളാർ പാനൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പോസിറ്റീവിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ നെഗറ്റീവിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 24 വോൾട്ട് 5 ആംപിയർ ആണ്. മൂന്നാമത്തെ ചിത്രത്തിൽ 3 പാനൽസ്, 1 2 3 പാനൽസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പോസിറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 12 വോൾട്ടും 15 ആംപിയർ കറണ്ടുമാണ്. ഈ നാലാമത്തെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 8 12 വോൾട്ടിന്റെ സോളാർ പാനലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 96 വോൾട്ടും 5 ആംപിയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 2 പാനൽ കണക്ട് ചെയ്തു, ഇവിടെ 3 പാനൽ കണക്ട് ചെയ്തു, ഇവിടെ 8 പാനൽ കണക്ട് ചെയ്തു, ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു, ഇവിടെ കുറെ പാനൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡ്രോയിങ് നമുക്ക് ലഭിക്കും. ഈ ഡ്രോയിങ്ങിൽ ഈ കണക്ഷൻസ് എല്ലാം ഉണ്ടാവും. ഈ ഡ്രോയിങ് നോക്കിയിട്ടാണ് നമ്മൾ സൈറ്റിൽ ഈ പാനൽസ് കണക്ട് ചെയ്യുക, പാനൽസ് അവിടെ പിടിപ്പിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. അത് മാത്രമല്ല, ഈ ഡ്രോയിങ് നോക്കിയിട്ട് സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ സൈറ്റിൽ ഇൻസ്പെക്ഷൻ നടത്താം. നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് സൈറ്റിൽ ഇൻസ്പെക്ഷൻ നടത്താം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ചെയ്യാം, ട്രബിൾ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് നിൽക്കുന്നത് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. എന്താണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്? എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് എല്ലാം നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ആട്ടോകാഡ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ആട്ടോകാഡ് അറിയുന്ന എഞ്ചിനീയേഴ്സ് ഈ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആട്ടോകാഡ് അല്ലാതെ വേറെ സോഫ്റ്റ്വെയർ വഴി ഈ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് തരുന്ന ഒരു ഡ്രോയിങ് ആണ് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ്ങിൻ്റെ പേപ്പറുടെ സൈസ് എന്ന് പറയുന്നത് A0
സൈസ് ആവാം. A0 സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടേബിളുടെ സൈസിലുള്ള ഒരു വൈറ്റ് ഷീറ്റിലാണ് ഈ ഡ്രോയിങ് പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ A1 പേപ്പർ സൈസിൽ പ്രിന്റ് ചെയ്ത് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ A3 സൈസിലും കിട്ടാറുണ്ട്. അല്ലെങ്കിൽ A4 സൈസിലും നമുക്ക് ഈ ഡ്രോയിങ് കിട്ടാറുണ്ട്. പക്ഷെ വലിയ സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ A0 ഷീറ്റിലാണ് ഈ ഡ്രോയിങ് പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടുക. അപ്പൊ ഈ ഡ്രോയിങ്ങിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ, ഈ ഡ്രോയിങ്ങിൽ ഈ കണക്ഷൻ ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റലേഷൻ ബന്ധപ്പെട്ടുള്ള സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഉണ്ടാവും. ഒരു ബിൽഡിങ്ങിന്റെ ലേഔട്ടില് നമ്മൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റം, നമ്മുടെ സോളാർ സിസ്റ്റം ആണെങ്കിൽ സോളാർ സിസ്റ്റത്തിന്റെ ഡ്രോയിങ് അതിലുണ്ടാവും. ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഡ്രോയിങ് ഉണ്ടാവും. മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ഡ്രോയിങ് ഉണ്ടാകും. അപ്പോൾ ഒരു ഡ്രോയിങ് നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ് ചെയ്യേണ്ടത്, ഒരു ബിൽഡിങ്ങിന്റെ അറ്റത്തിൽ നിന്ന് എത്ര മീറ്റർ വിട്ടിട്ടാണ് ഈ പാനൽ പിടിപ്പിക്കേണ്ടത്, ഒരു പാനലിനും മറ്റേ പാനലിനും തമ്മിൽ എത്ര ഡിസ്റ്റൻസ്, ഈ പാനലിൽ നിന്ന് കേബിൾ എങ്ങനെയാണ് ചെല്ലേണ്ടത്, എവിടെയാണ് കേബിള് ഒരു റൂഫ് ടോപ്പിൽ നിന്ന് താഴോട്ട് ചെല്ലേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡ്രോയിങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ ഡ്രോയിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് ഇൻസ്റ്റലേഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ് ബിൽറ്റ് ഡ്രോയിങ് ഉണ്ട്, സിംഗിൾ ലൈൻ ഡയഗ്രാം ഉണ്ട്, കോർഡിനേഷൻ ഡ്രോയിങ് ഉണ്ട്, സ്കീമാറ്റിക് ഡ്രോയിങ് ഉണ്ട്. ഇത്രയും ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഡ്രോയിങ്ങിലും എന്തൊക്കെ ഉണ്ടാകും? സിമ്പിൾസ് ഉണ്ടാകും, ലെജൻഡ്സ് ഉണ്ടാകും, ഡീറ്റെയിൽസ് ഉണ്ടാകും. ഈ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും സാധനത്തിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. ഇതെല്ലാം ഒരു ഡ്രോയിങ്ങിൽ ഉണ്ടാകും. അത് മാത്രമല്ല, ഈ ഡ്രോയിങ്ങിൽ ഏത് കമ്പനിയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അപ്പൊ കമ്പനിയുടെ പേരുണ്ടാകും. ഏത് സൈറ്റിലാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അപ്പൊ സൈറ്റിന്റെ പേരുണ്ടാകും. ഒരു സൈറ്റിൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാകും, അപ്പോൾ ബിൽഡിങ്ങിന്റെ പേരുണ്ടാകും. അപ്പൊ നമ്മൾ ഒരു സൈറ്റിൽ ചെന്നിട്ട് ഒരു 10 ബിൽഡിംഗ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഏത് ബിൽഡിങ്ങിന്റെ ഡ്രോയിങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ ഈ ഡ്രോയിങ്ങിൽ സൈറ്റിന്റെ പേരുണ്ടാവും, ബിൽഡിങ്ങിന്റെ പേരുണ്ടാവും, ലൊക്കേഷൻ ഡീറ്റെയിൽ ഉണ്ടാവും, ഏത് കമ്പനിയാണ് ചെയ്യുന്നത് ഉണ്ടാകും, ഏത് കൺസൾട്ടന്റ് ആണ് ഇത് അപ്രൂവ് ചെയ്തത്, ഇതെല്ലാം ഉണ്ടാവും. ഏത് സിസ്റ്റമാണ്, മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ മെക്കാനിക്കൽ ഡ്രോയിങ്, ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ്, ആർക്കിടെക്ചർ ആണെങ്കിൽ ആർക്കിടെക്ചർ ഡ്രോയിങ്, സിവിൽ ഡ്രോയിങ് ആണെങ്കിൽ സിവിൽ ഡ്രോയിങ് എന്നെല്ലാം ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രോയിങ്ങിൽ സിമ്പിൾസും ലെജൻഡ്സും ഉണ്ടാവും. സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കാണുന്നത് സിമ്പിൾസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതാണ് ലെജൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ലാസ്റ്റ് ഒരു ഫ്യൂസിന്റെ സിമ്പിൾ കാണുന്നു. ഇവിടെ ഫ്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഒരു ബ്രേക്കർ, MCB ബ്രേക്കർ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ ഇടത് ഭാഗം സിമ്പിൾസ് ഉണ്ടാകും, ഇവിടെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലെജൻഡ് ഉണ്ടാകും. ഇതാണ് സിമ്പിൾ എന്ന് പറയുന്നതും ലെജൻഡ് എന്ന് പറയുന്നതും. ഇവിടെ നോക്കാം, ഈ സ്ലൈഡിലും ഒരുപാട് സിമ്പിൾസും
അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലെജൻസ് ഉണ്ട്. ഇതിൽ ലാസ്റ്റ് വൺ ബസ് ബാർ അല്ലെങ്കിൽ ബസ് ഡക്റ്റ് ആണ്. അതിൻ്റെ സിമ്പലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഈ സ്ലൈഡിൽ നോക്കുമ്പോൾ ലാസ്റ്റിൽ കാണുന്നത് ഒരു സോളാർ പാനലിന്റെ സിമ്പലാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലെജൻഡ് എന്ന് പറയുന്നത് സോളാർ പാനൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ജനറേറ്റർ അതിൻ്റെ സിമ്പിൾ, ഇവിടെ ലെജൻഡ്. ഈ ചിത്രത്തിൽ ലാസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഒരു ബാറ്ററിയുടെ സിമ്പിളും അതിൻ്റെ ലെജൻഡ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ. അതിന് മുകളിൽ ഫ്യൂസിൻ്റെ സിമ്പിൾ, അതിൻ്റെ ലെജൻഡ്. അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇതാണ് സിമ്പിൾ ആൻഡ് ലെജൻഡ് എന്ന് പറയാം. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഓരോരോ പാർട്സ് ആണ്. ഇവിടെ നോക്കാം മോട്ടാർ 2, ഇവിടെ നോക്കാം ഒരു മോട്ടാർ, പിന്നെ ഗിയർ, പിന്നെ അതിൻ്റെ ആംഗിൾസും, പിന്നെ ഈ ബോൾട്ടുകളും, അതുപോലെ തന്നെ സോളാർ പാനലും. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഒരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചിത്രമാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ ഒരു സോളാർ പാനലിൽ വരുന്ന അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ മോണോക്രിസ്റ്റലിൻ, എഫിഷ്യൻസി കൊടുത്തിട്ടുണ്ട് 18.41, മാക്സിമം പവർ 300 വാട്ട്സ് DC. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോളാർ പാനലിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റിൽ വരുന്ന ഓരോ ഇൻസ്ട്രുമെന്റ്, ഓരോ സിസ്റ്റം, അത് ബന്ധപ്പെട്ട് ഈ ഡ്രോയിങ്ങിൽ സ്പെസിഫിക്കേഷൻ ഉണ്ടാകും, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. ഇതാണ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽ എന്ന് പറയുന്നത്. നമുക്ക് ഇൻസ്റ്റലേഷൻ ഡ്രോയിങ്ങിനെ കുറിച്ച് നോക്കാം. ഇവിടെ നമ്മുടെ വിഷയം സോളാർ ആയതുകൊണ്ട് സോളാർ ബന്ധപ്പെട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 8 സോളാർ പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു 8 പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മൂന്നാമത്തെ 8 പാനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂവിൽ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രിങ് 1 പാനൽ 1 to 8. ഈ ഗ്രീൻ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രിങ് 2 പാനൽസ് 9 to 16. ഇത് മൂന്നാമത്തെ റെഡ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രിങ് 3 പാനൽ 17 to 24. ഇങ്ങനെയെല്ലാം നമുക്ക് ഒരു ഡ്രോയിങ്ങിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പാനൽ 1 to 8 കണക്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ 9 to 16 പാനൽസ്, ഗ്രീൻ പാനൽസ്, അത് നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ പാനൽസ് 17 to 24 റെഡിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യും. അപ്പം അതിൻ്റെ കണക്ഷൻസ് എല്ലാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാൺഡ്യൂട്ട് വഴി, കാൺഡ്യൂട്ട് എന്നാൽ PVC പൈപ്പ് വഴി എടുത്തിട്ട് അത് അണ്ടർഗ്രൗണ്ട് വഴി, ഈ ബറീഡ് കാൺഡ്യൂട്ട് എന്ന് കാണാം, ഈ അണ്ടർഗ്രൗണ്ട് വഴി ഇവിടെ വരികയാണ്. ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള സിസ്റ്റം അതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ബിൽഡിംഗ് ആണ്, ഇതൊരു ഗാരേജ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ റൂഫ് ടോപ്പിലാണ് ഈ പാനൽസ് എല്ലാം ഉള്ളത്. അപ്പോൾ ഈ പാനൽസ് രണ്ട് പാനൽസിൻ്റെ വീതി വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട് 67.4 inches. അതുപോലെ തന്നെ ഈ സ്കൈലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ഈ എൻഡിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാനൽ 7
തൊട്ട് പാനൽ 24 ഇതിന്റെ ഡിസ്റ്റൻസ് 323.4 ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഡ്രോയിങ്സിൽ മെഷർമെന്റും കൊടുത്തിട്ടുണ്ടാവും. ചില സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലം അവിടെ നമ്മുടെ സോളാർ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്സ് സിസ്റ്റങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റങ്ങൾ വരാം, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സിസ്റ്റങ്ങളും റൂഫിന്റെ മുകളിൽ, ബിൽഡിങ്ങിന്റെ റൂഫിന്റെ മുകളിൽ കാണാം. അപ്പൊ നമുക്ക് കിട്ടുന്ന സോളാർ പവർ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്ങിൽ എന്താണോ മെഷർമെന്റ് പറഞ്ഞിട്ടുള്ളത്, ഈ മെഷർമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമ്മൾ തോന്നിയ രീതിയിൽ നമ്മുടെ സോളാർ പാനൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർക്ക് വലിയ പ്രയാസമായിരിക്കും. വീണ്ടും നമ്മുടെ സിസ്റ്റമെല്ലാം ഇളക്കി മാറ്റി വീണ്ടും ഡ്രോയിങ്ങിൽ പറയുന്ന രീതിയിൽ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് നഷ്ടം സംഭവിക്കും. അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിനെ കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവൂ. അപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാകും, എഞ്ചിനീയർമാരുണ്ടാകും. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ നമ്മൾ അവരോട് ചോദിക്കണം, മനസ്സിലാക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഡ്രോയിങ് ആസ് ബിൽറ്റ് ഡ്രോയിങ് ആണ്. ഇതിന് മുന്നേ ഉള്ള സ്ലൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ലൈഡിനും ഈ സ്ലൈഡും തമ്മിൽ ഒരു മാറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പോയ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 8 ബ്ലൂ പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ 8 ഗ്രീൻ പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ 8 പാനൽസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു കാണ്ട്യൂട്ട് വഴി DC കേബിൾസ് വരുന്നു. വന്നിട്ട് പോയ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണ്ട്യൂട്ട് ഇങ്ങനെയാണ് പോവുക, ഇങ്ങനെയാണ് പോയി ഇങ്ങനെയാണ് പോവുക. പക്ഷെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഈ കാണ്ട്യൂട്ട് ചെല്ലുന്ന ഇവിടുന്ന് ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ഷാർപ്പ് ബെൻഡ് അടിച്ചിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഈ റൂട്ടിലാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഡ്രോയിങ്ങിൽ ഈ കാണ്ട്യൂട്ട് എന്നാൽ PVC പൈപ്പ് ഇങ്ങനെയാണ് ചെന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ പാനലിൽ നിന്ന് വരുന്ന വയറ് പോകേണ്ടത്. അപ്പോൾ സൈറ്റിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെയാണ്. ചില സമയങ്ങളിൽ എഞ്ചിനീയേഴ്സ് പറയും ഇങ്ങനെ പോവണ്ട, ഇങ്ങനെ പൊയ്ക്കോളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സൈറ്റിൽ എഞ്ചിനീയേഴ്സ് മാത്രമല്ല ഒരു പ്രൊജക്ട് മാനേജർ ഉണ്ടാവും. അങ്ങാറ് എന്തെങ്കിലും റീസൺ കൊണ്ടിട്ട് ഇങ്ങനെ പോയാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ അവിടെ ഒരു കൺസൾട്ടൻ്റ് ഉണ്ടാവും, അവർ പറയും ഒരു ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ചെയ്യും. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ ഡ്രോയിങ്ങിൽ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു പുതിയ ഡ്രോയിങ് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ഡ്രോയിങ് സൈറ്റിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പഴയ ഡ്രോയിങ്ങിൽ എടുക്കും, അതിൽ നമ്മൾ എന്തൊക്കെ മാറ്റം ചെയ്തു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി അതിനെ പുതിയ ഈ ഡ്രോയിങ്ങിൽ അത് റീഡ്രോ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് അറിയില്ല, പിന്നീട് അറിയില്ല ഈ കാണ്ട്യൂട്ട് ഈ പഴയ ഡ്രോയിങ് വഴിയാണോ ചെല്ലുന്നത് എന്ന് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും മാറ്റം സൈറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഉള്ള ഡ്രോയിങ്സിനെയാണ് നമ്മൾ ആസ് ബിൽറ്റ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അടുത്തത് സിംഗിൾ ലൈൻ ഡയഗ്രാം. സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ യൂസ് ചെയ്യുന്ന എല്ലാ സിസ്റ്റമും ഉണ്ടാകും, ഈ ഡ്രോയിങ്ങിൽ എല്ലാ സിസ്റ്റമും ഉണ്ടാകും. പക്ഷെ ഒരു ലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റമും മറ്റേ സിസ്റ്റമും കണക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
സോളാർ പാനൽ ഉണ്ട്, അവിടെ നിന്ന് ഒരു ലൈൻ വന്നു മറ്റേ പാനലിലേക്ക് കയറി, പിന്നെ അവിടെ നിന്ന് ഒരു ലൈൻ വന്നു മറ്റേ പാനലിലേക്ക് കയറി, ഇവിടെ നിന്ന് ഒരു ലൈൻ വന്നു ഈ പ്രൊട്ടക്ഷൻ ഡിവൈസിൽ കയറി, പിന്നെ ഒരു ലൈൻ വന്നു ജംഗ്ഷൻ മാഷയിൽ കയറി. അപ്പം അങ്ങനെ ഇൻവെർട്ടറിൽ കയറി, ഐസൊലേഷൻ ട്രാൻസ്ഫോമർ, ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റങ്ങൾ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് കോർഡിനേഷൻ ഡ്രോയിങ്? ഈ ചിത്രം നിങ്ങൾ നോക്കുക. ഇതൊരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. ഇവിടെ ഇത് നോക്കുക, ഇതൊരു കേബിൾ ട്രേ ആണ്. ഈ കേബിൾ ട്രേനുള്ളിൽ ഒരുപാട് കേബിൾസ്, പവർ എടുത്ത് ചെല്ലുന്ന ട്രാൻസ്ഫോമർ ഉണ്ടാവും, അവിടെ നിന്ന് വരുന്ന കേബിള് ഡിസ്ട്രിബ്യൂഷൻ പാനൽ വഴി ഈ കേബിൾ ട്രേ വഴി ഓരോ ഫ്ലോറിലേക്ക് ചെല്ലും. അവിടെയും ഒരു പാനൽ ഉണ്ടാകും, ബ്രേക്കേഴ്സ് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? കേബിൾസ് ആണ്. ഇതാണ് കേബിൾ ട്രേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേബിൾ ട്രേ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ കേബിൾ ട്രേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഡ്രോയിങ് യൂസ് ചെയ്തിട്ടാണ് ഈ കേബിൾ ട്രേ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, കേബിൾ ട്രേ ഉണ്ട്, അതിൻ്റെ സപ്പോർട്ടിങ് ആംഗിൾസും അതിൻ്റെ ഹാങ്ങിങ് ബാർസും ഇതെല്ലാം ഉണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുവന്ന ഒരു സാധനം കാണുന്നുണ്ട്. ഇത് ഫയർ അലാറം സിസ്റ്റത്തിൽ വരുന്ന സ്മോക്ക് ഡിറ്റക്ടറാണ്. അപ്പൊ ഈ സ്മോക്ക് ഡിറ്റക്ടർ ഫയർ അലാറം സിസ്റ്റത്തിൽ പെട്ടതാണ്. ഇത് ലോ കറണ്ട് സിസ്റ്റം ഡ്രോയിങ്ങിൽ വരുന്നതാണ്. ഇലക്ട്രിക്കലിൽ പെടുന്നതാണ്, പക്ഷെ ലോ കറണ്ട് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇതിന് തനിച്ചുള്ളൊരു ഡ്രോയിങ് ഉണ്ട്. കേബിൾ ട്രേന് വേറൊരു ഡ്രോയിങ്, ഈ സ്മോക്ക് ഡിറ്റക്ടർ ബന്ധപ്പെട്ടുള്ള ഫയർ അലാറം സിസ്റ്റത്തിന് വേറൊരു ഡ്രോയിങ് ആണ്. ഇവിടെ ഒരു കേബിൾ ട്രേ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ചുവപ്പ് പൈപ്സ് ആണ് ഇവിടെ കാണുന്നത്, ചുവപ്പ് പൈപ്സ്. ഇത് ഫയർ ഫൈറ്റിംഗ് ബന്ധപ്പെട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത് മെക്കാനിക്കൽ ബന്ധപ്പെട്ടുള്ള ഡ്രോയിങ്ങിലാണ് ഇത് കാണുക, ഈ ഫയർ ഫൈറ്റിംഗ്. പിന്നെ ഇവിടെ നോക്കാം, ഒരു PVC പൈപ്പുകൾ ഇവിടെ പോകുന്നുണ്ട്. ഈ PVC പൈപ്പ് വഴി ബാത്റൂമിലേക്ക് ചെല്ലുന്ന ഫ്ലഷ് വാട്ടർ ആണ് ഇതിൽ ചെല്ലുക. നമ്മുടെ ഓരോ സൈറ്റിലും ബാത്റൂം ടോയ്ലറ്റ് ഉണ്ടാവും, അവിടെ വേണ്ട വെള്ളമാണ് ഇത് ഒഴുകി പോവുക. ഇത് മെക്കാനിക്കൽ ഡ്രോയിങ്ങിൽ വരുന്നതാണ്. മെക്കാനിക്കൽ ഡ്രോയിങ്ങിൽ പ്ലംബിംഗ് ഡ്രോയിങ്ങിൽ വരുന്നതാണ്. ഈ ചുവപ്പ് പൈപ്പ് വരുന്നത് മെക്കാനിക്കൽ ഡ്രോയിങ്ങിൽ ഫയർ ഫൈറ്റിംഗ് ഡ്രോയിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ മെക്കാനിക്കൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം, 1, 2 സിസ്റ്റമായി. പിന്നെ ഇലക്ട്രിക്കൽ വരുന്നത് കേബിൾ ട്രേ ഒരു സിസ്റ്റം, ഈ ഫയർ അലാറം രണ്ടാമത്തെ സിസ്റ്റം. അത് മാത്രമല്ല ഇവിടെ നോക്കുന്ന ഒരു ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്, ലൈറ്റ് പല സ്ഥലങ്ങളിൽ ലൈറ്റ്. അപ്പോൾ ലൈറ്റിങ്ങിന് വേറൊരു ഡ്രോയിങ് ആണ്. പിന്നെ ഈ ചുമരിൽ എവിടെയെങ്കിലും പവർ ഉണ്ടാകും, അപ്പോൾ പവറിന് വേറെ ഡ്രോയിങ് ആണ്. അങ്ങനെ ഒരുപാട് ഡ്രോയിങ്സ്, സെപ്പറേറ്റ് ഡ്രോയിങ്സ് ഉണ്ടാകും. അപ്പോൾ ഓരോ ആൾക്കാരും അവർക്ക് കിട്ടിയ ഡ്രോയിങ് വെച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഫിക്സ് ചെയ്യുന്നത്, സൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത്. ചിലപ്പോ ഈ സാധനം കുറച്ച് മാറ്റി ഫിക്സ് ചെയ്ത് എന്താകും, വേറെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ എല്ലാ സിസ്റ്റമും ചേർത്തിട്ട്, ഫയർ ഫൈറ്റിങ്ങിന്റെ സിസ്റ്റം, കേബിൾ ട്രേന്റെ സിസ്റ്റം, ഫയർ അലാറത്തിന്റെ സിസ്റ്റം, അതുപോലെ വാട്ടർ പ്ലംബിങ്ങിന്റെ സിസ്റ്റം, അതുപോലെ തന്നെ പവറിന്റെ സിസ്റ്റം, അതുപോലെ CCTV ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം. അപ്പോൾ ഒരു സൈറ്റിൽ ഒരുപാട് 10-20 സിസ്റ്റം ഉണ്ടാവും. എല്ലാ സിസ്റ്റമും ഒറ്റ ഡ്രോയിങ്ങിൽ എന്ത് ചെയ്യും, ഡംപ് ചെയ്യും. ഒരേ ഡ്രോയിങ്ങിൽ എല്ലാ സിസ്റ്റത്തെയും അവര് വരയ്ക്കും. അപ്പൊ എന്താവും, എവിടെയെങ്കിലും ഒരു സിസ്റ്റമും മറ്റേ സിസ്റ്റം തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ അവർ വരുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ ഡ്രോയിങ്ങും ചേർന്ന് ഒരു സിംഗിൾ ഡ്രോയിങ് നമ്മൾ ഉണ്ടാക്കുന്നത്.
ഈ ഡ്രോയിങ്ങിനെയാണ് നമ്മൾ കോർഡിനേഷൻ ഡ്രോയിങ് എന്ന്. ഈ ചിത്രത്തിൽ നോക്കുക, ഇവിടെ എന്തുണ്ട്? ഇത് ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. ഇത് കേബിൾ ട്രേ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇത് HVAC എന്ന് പറയുന്ന സിസ്റ്റം ആണ്. അത് മെക്കാനിക്കൽ പെടുന്നതാണ്. ഹീറ്റ് വെന്റ് എയർ കണ്ടീഷൻ. അപ്പൊ ഇത് തണുത്ത കാറ്റ് ഓരോ മുറികൾക്ക്, ഓരോ റൂമിലേക്ക് കൊണ്ടുപോകാനും, ഓരോ റൂമിലും കുറച്ച് ചൂടായ, കുറച്ച് മാറ്റം സംഭവിച്ച ബാഡ് കാറ്റിന് തിരിച്ച് വേറൊരു സിസ്റ്റം, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ എടുത്ത് ചെല്ലാൻ വേണ്ടിയുള്ള ഡക്റ്റാണ്. അപ്പോൾ ഇത് മെക്കാനിക്കലിൽ വരുന്നതാണ്, ഇത് ഇലക്ട്രിക്കൽ വരുന്നതാണ്. അപ്പോൾ ഈ റൂഫിൽ ഇവിടെ സീലിങ്ങിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇത് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ലൈറ്റിങ് പിടിപ്പിക്കാനുള്ള കേബിളാണ്, വയേഴ്സാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. അപ്പോൾ ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ടാവും. ഈ എല്ലാ സിസ്റ്റത്തിനെയും ഒരു ഡ്രോയിങ്ങിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കിട്ടുന്ന ഡ്രോയിങ്ങിനെയാണ് കോർഡിനേഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇത്രയും ഒരുപാട് സോളാർ പാനൽസ് റൂഫിന്റെ മുകളിൽ, ബിൽഡിങ്ങിന്റെ മുകളിൽ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 2 വാട്ടർ ടാങ്ക് കാണുന്നുണ്ട്. ഇവിടെ നോക്കൂ, വേറെ എന്തൊക്കെ സിസ്റ്റങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം എയർ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ് ആണ്. നേരത്തെ നമ്മൾ താഴെ ഡക്ട് കണ്ടല്ലോ, അപ്പൊ ഈ ഡക്ട് ഇവിടെ എത്തും, ഈ മെഷീനിലേക്ക് എത്തും. ഈ മെഷീനിൽ താഴെ നിന്ന് വരുന്ന ബാഡ് കാറ്റിന് അതിനെ കണ്ടീഷൻ ചെയ്ത് തണുപ്പിച്ച് വീണ്ടും ഈ ബിൽഡിങ്ങിന്റെ ഓരോ റൂമിലേക്കും എത്തിക്കാനുള്ള ഈ മെഷീൻസ് ആണിത്, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്സ്. അതുപോലെ തന്നെ ഒരുപാട് സിസ്റ്റങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ഇവിടെ കാണാം. അപ്പൊ ഇതെല്ലാം ഓരോ സിസ്റ്റമും മറ്റേ സിസ്റ്റം തമ്മിൽ എന്താകാൻ പാടില്ല, മിക്സ് ആകാൻ പാടില്ല. അപ്പോൾ ഡിസൈനേഴ്സ് ഓരോ സിസ്റ്റം ഡിസൈൻ ചെയ്തതിന് ശേഷം, ഡ്രോയിങ്ങിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം എല്ലാ ഡ്രോയിങ്ങും ഒരുമിച്ച് അവർ ഒരു ഡ്രോയിങ്ങിൽ വരുന്ന പോലെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഒരു സിസ്റ്റമും മറ്റേ സിസ്റ്റം തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് വരികയാണെങ്കിൽ അത് ഡിസൈനിൽ മാറ്റം വരുത്തി അത് കറക്റ്റ് ചെയ്യും. അതിനു വേണ്ടിയുള്ള ഡ്രോയിങ് ആണ് ഈ കോർഡിനേഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഡ്രോയിങ്സ് കണ്ടു. ഈ സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്കീമാറ്റിക് ഡ്രോയിങ് അല്ലെങ്കിൽ ഡയഗ്രാം. ഇവിടെ സോളാർ പാനൽ ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, ചാർജ് കൺട്രോളർ ഉണ്ട്, ബാറ്ററി ഉണ്ട്. ഇവിടെ കണക്ഷൻസ് എല്ലാം വളരെ ക്ലിയർ ആണ്. ഏത് പോയിന്റ് ആണ് ഏത് പോയിന്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഡയഗ്രാമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡയഗ്രാമാണ് നമ്മൾ പറയുന്നത് സ്കീമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇവിടെ സോളാർ പാനൽ 1, സോളാർ പാനൽ 2, സോളാർ പാനൽ 1ന്റെ നെഗറ്റീവും 2ന്റെ നെഗറ്റീവും ഒരുമിച്ച് കണക്ട് ചെയ്തു. സോളാർ പാനൽ 1ന്റെ പോസിറ്റീവ് സോളാർ പാനൽ 2ന്റെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്കറിയാം ഇത് ഒരു പാരലൽ കണക്ഷൻ ആണെന്ന് അറിയാം. ഇത് 12 വോൾട്ട് സോളാർ പാനൽ ആണെങ്കിൽ ഇതും 12 വോൾട്ട് ആണെങ്കിൽ ഇതിന്റെ മൊത്തത്തിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടേജ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 2 പാനൽസ് പാരലലായിട്ട് കണക്ട് ചെയ്താൽ ഇതിന്റെ കറണ്ട് പ്ലസ് ഇതിന്റെ കറണ്ട് ആണ് ഈ ചാർജ് കൺട്രോളറിന്റെ ഇൻപുട്ട് ആയിട്ട് കിട്ടുക. ഇത് 5 ആംപിയർ ആണെങ്കിൽ ഇതും 5 ആംപിയർ ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് 10 ആംപിയർ കറണ്ട് ആണ്. പക്ഷെ വോൾട്ടേജ് തുല്യമാണ്, പക്ഷെ കറണ്ട് ഡബിൾ ആയി 2 പാനൽ ആയതുകൊണ്ട്. അപ്പൊ ചാർജ് കൺട്രോളറിന്റെ ഇത് ഇൻപുട്ട് പോയിന്റ് ആണ്, ഇത് ചാർജ് കൺട്രോളറിന്റെ ഔട്ട്പുട്ട് പോയിന്റ് ആണ്. അത് ഈ ബ്ലൂ ലൈൻ
ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് വന്നു, റെഡ് ലൈൻ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് വന്നു. എല്ലാ ബാറ്ററീസും പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിന്റെ മറ്റേ പോയിന്റ് ഒരു ഇൻവേർട്ടറിലേക്ക് ചെന്നു. അപ്പൊ ഈ പാനൽ ടു ഇതുവരെ വരുന്നത് DC ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയാം സോളാർ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് DC പവർ ആണ്. അപ്പോൾ ഇവിടെ വന്നു ഇൻവെർട്ടർ DCനെ AC ആയി മാറ്റി ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി. ഇവിടെ നമ്മളുടെ എന്തെങ്കിലും ബൾബുകൾ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ AC അപ്ലയൻസസ് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഇങ്ങനെയുള്ള സാധനം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു സിമ്പിൾ ഡയഗ്രാം ആണ്. ഈ ഡയഗ്രാമിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഏത് പോയിന്റ് എവിടെയാണ് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു ക്ലിയർ ഒരു പിക്ചറോറിയൽ ഐഡിയ ആണ് ഈ ഡയഗ്രാം തരുന്നത്. അതുകൊണ്ടാണ് ഇത് സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സൈറ്റില് ഡ്രോയിങ് കിട്ടി, ഇൻസ്റ്റലേഷൻ ഡ്രോയിങ് കിട്ടി, അതുപോലെ തന്നെ സൈറ്റ് കോർഡിനേഷൻ ഡ്രോയിങ് കിട്ടി. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൈറ്റിൽ നമ്മുടെ വർക്ക് ചെയ്തു, നമ്മുടെ സാധനങ്ങൾ അവിടെ പിടിപ്പിച്ചു, ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് സൈറ്റിൽ നിന്ന് ബില്ല് വാങ്ങണം. ചിലപ്പോൾ നമ്മുടേത് വലിയ പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു വലിയ പ്രൊജക്റ്റിന്റെ ചെറിയ ഭാഗം ചെയ്തിട്ടുണ്ടാകും. ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബില്ല് പൈസ വാങ്ങണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തു അതിന്റെ ബില്ല് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഞാൻ സോളാർ പാനൽ 450 വാട്ട് 8 പാനൽ യൂസ് ചെയ്തു. ഒരു പാനലിന്റെ വില 11,000 റുപ്പീസ്. അപ്പോൾ 8 പാനലിന് 88,000 ഇട്ടു. ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്തു, 3 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ, ഒന്നിന്റെ വില 30,000. അപ്പോൾ മൊത്തം 30,000 റുപ്പീസ് ആയി. ചാർജ് കൺട്രോളർ ഒന്ന് അവിടെ ഇൻസ്റ്റാൾ ചെയ്തു, അതിന്റെ വില 12,500. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എമൗണ്ട് 12,500. ബാറ്ററി 200 ആംപിയർ വെച്ച് 4 യൂസ് ചെയ്തു, ഒന്നിന്റെ വില 10,000. അപ്പോൾ 40,000 ആയി. അപ്പോൾ 8 സോളാർ പാനലിന് 8 സ്റ്റാൻഡ് യൂസ് ചെയ്തു, ഒരു സ്റ്റാൻഡിന്റെ വില 2,000, അങ്ങനെ 16,000. DC കേബിൾ കുറച്ച് യൂസ് ചെയ്തു. അപ്പോൾ അത് ചിലപ്പോൾ മീറ്റർ ആണെങ്കിൽ മീറ്റർ, റോൾ ആണെങ്കിൽ റോൾ എന്ന് എഴുതണം. അപ്പോൾ അതിന്റെ വില 1000. അപ്പോൾ ഇവിടെ 1000 ആയി. പിന്നെ AC കേബിൾ കുറച്ചേ യൂസ് ചെയ്തില്ല, അതുകൊണ്ട് 100 മാത്രമേ ഇട്ടിട്ടുള്ളൂ, അത് 100. ഇതൊക്കെയാണ് ഐറ്റംസും അതിന്റെ പ്രൈസും. ഇവിടെ ടോട്ടൽ ഇപ്പോൾ നമ്മൾ സൈറ്റ് വലിയ സൈറ്റ് ആണെങ്കിൽ ഒരു ആഴ്ച ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പൈസ അവരോട് വാങ്ങണമെങ്കിൽ ചെറിയ ബില്ല് കൊടുക്കും. ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിൽ ഫുൾ വർക്ക് ചെയ്തിട്ട് സിംഗിൾ ബില്ലായിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യും. ഇതിനെയാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ BOQ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.